എന്താണ് ആഫ്രിക്കൻ ഒച്ച് എന്ന് നമുക്ക് നോക്കാം. കേട്ടാൽ നിസ്സാരനായിട്ട് തോന്നുമെങ്കിലും ഈ ആഫ്രിക്കൻ ഒച്ച് അല്ലെങ്കിൽ രാക്ഷസ ഒച്ച് എന്നറിയപ്പെടുന്ന ഈ ഒച്ചുകൾ പൊതുവെ നമ്മുടെ വീട് മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ കുളത്തിൻ്റെ പരിസരത്തായിക്കോട്ടെ, ഈർപ്പമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ കിണറിൻ്റെ പരിസരത്തെല്ലാം തഴച്ച് പെരുകുന്ന ഒരു തരം ജീവിയാണ്. ഈ ഒച്ചുകൾ നമ്മുടെ വിളകൾക്കെല്ലാം ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യന്മാരിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കഴിവുള്ള ഒരു ജീവിയാണ്. അക്കാൻറ്റിന ഫ്യൂലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഈ ഒച്ചുകൾക്ക് പൊതുവെ പല പേരിലും അറിയപ്പെടാറുണ്ട്. അതിലൊന്നാണ് ആഫ്രിക്കൻ ജിയാൻറ്റ് ലാൻഡ് സ്നെയിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭീമൻ കര ഒച്ച് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അന്തരീക്ഷ വായു ശ്വസിച്ച് കരയിൽ ജീവിക്കുന്ന വലുപ്പം കൂടിയ ഓരോ തരം ഒച്ചുകളാണ് ഇവ. പൂർണ്ണമായും വളർച്ചയെത്തിയ ഈ ഒച്ചുകൾക്ക് 7 സെൻറ്റിമീറ്റർ വരെ പൊക്കവും 20 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടാവാറുണ്ട്. ഈ ഒച്ചുകളുടെ മുകൾ ഭാഗത്തായിട്ട് കൂർത്ത ഒരു രക്ഷാകവചമുണ്ട്. അതായത് അതിൻ്റെ തോട് ഒരു ഹാർഡായിട്ടുള്ളൊരു തോടാണ്. ഈ തോട് കാൽസ്യം നിർമ്മിതമായതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ കാൽസ്യത്തിന് വേണ്ടിയിട്ട് കല്ല്, മണ്ണ്, കോൺക്രീറ്റ് പോലെയുള്ള കാര്യങ്ങൾ വരെ ഇവ അകത്താക്കാറുണ്ട്. തവിട്ട് നിറത്തിലുള്ള തോടാണ് ഇതിൻ്റെ പുറത്തുണ്ടാവാറുള്ളത്. പൊതുവെ അതിൽ വെളുത്ത രീതിയിൽ, അതായത് കുറുകെ ഒരു ചെറിയ ചെറിയ വരകൾ കാണപ്പെടാറുണ്ട്. ഈ തോടിൻ്റെ അടിഭാഗത്തായിട്ട് മാംസളമായിട്ടുള്ള ഒരു ശരീരഭാഗമുണ്ട് ഇതിന്. അപ്പോൾ ഈ ശരീരഭാഗം ഉപയോഗിച്ചാണ് ഇത് പതുക്കെ പതുക്കെ തെന്നി നീങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെന്നി നീങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദ്രാവകം അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കാറുണ്ട്. ആ ദ്രാവകമാണ് ഏറ്റവും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ദ്രാവകമാണ്. ആ ദ്രാവകം ഒരിക്കലും നമ്മളുടെ കയ്യിലെത്താതെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ കൊഴുത്ത ഒരു ദ്രാവകം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ ദ്രാവകം ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു തിളങ്ങുന്നൊരു വെള്ള വരയായിട്ട് കാണപ്പെടാറുണ്ട്. ഇത് സഞ്ചരിച്ച വഴിയിലൂടെയെല്ലാം നമുക്കത് കാണാൻ സാധിക്കാറുണ്ട്. ഇലകൾ തിന്ന് ചെടികളെ മുഴുവനായും നശിപ്പിക്കാനുള്ള കഴിവ് ഈ ഒച്ചുകൾക്കുണ്ട്. ചെടികളിൽ ഏറ്റവും പ്രധാനമായും ഇവർ തിന്ന് നശിപ്പിക്കുന്നത് നമ്മുടെ വാഴ, ചേമ്പ്, ചേന അല്ലെങ്കിൽ നമ്മുടെ പപ്പായ, ക്യാബേജ് ഇതുപോലെയുള്ള പച്ചക്കറികളാണ് പൊതുവെ ഇത് തിന്ന് നശിപ്പിക്കുന്നത്.